ദേശീയപാതയിൽ പന്തീരങ്കാവിന് സമീപം അത്താണിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സംഗമം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജീവ് പെരുമൺപുറ ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറുതാണെങ്കിലും ചെറുത് ചില പ്രയാസങ്ങളും അതത് പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായും വന്നു ചേരാറുണ്ട്. അങ്ങനെ വന്നു ചേരാൻ സാധ്യതയുള്ള പ്രയാസങ്ങളെ സ്വാഭാവികമായിട്ടും പരിഹരിക്കാൻ ഏത് രീതിയിലുള്ള ഇടപെടലുകളും നീക്കങ്ങളും നടത്തിയാണ് പരിഹരിക്കാൻ കഴിയുക എന്ന ആലോചന നടത്തിക്കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അതുകൊണ്ട് നമുക്കിപ്പോൾ വന്നു ചേർന്നിട്ടുള്ള സുഗമമായിട്ടുള്ള സഞ്ചാരത്തിന്റെ തടസ്സങ്ങളെ ഒഴിവാക്കി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു കിട്ടാൻ സാധിക്കുക എന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കണം. നമുക്കിവിടെ അണ്ടർപാസ് അനുവദിക്കുക, അടിപ്പാത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഒരു അടിപ്പാത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മണക്കടവ് റോഡിൽ നിന്ന് കയറി വരുന്ന ആളുകൾക്ക് പന്തീരങ്കാവ് ഭാഗത്തേക്ക് നമുക്ക് പോകാൻ കഴിയൂ. ഇപ്പോഴുള്ള സാഹചര്യമാണെങ്കിൽ നേരെ നമ്മുടെ NH പ്രവേശിച്ച് നേരെ 1 കിലോമീറ്റർ സഞ്ചാരം നടത്തി അവിടെ നിന്ന് ടേൺ ചെയ്ത് നമുക്ക് പന്തീരങ്കാവിലേക്ക് പോകേണ്ടതായിട്ടുള്ള സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അത് സ്വാഭാവികമായിട്ടും ഒരു പ്രയാസം നമ്മൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ NH-66 പണി ഏകദേശം പൂർത്തീകരിക്കപ്പെടുന്നതിന്റെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശമൊക്കെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ആ പൂർത്തീകരണത്തിന്റെ നിമിഷത്തിലാണ് നാം ഇത്തരമൊരു ആവശ്യവുമായി പ്രക്ഷോഭത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. എന്നാൽ അപ്പോൾ മാത്രമല്ല, അതിനു മുന്നേ തന്നെ ഈ ആവശ്യങ്ങൾ ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ പ്രദേശത്തെ റെസിഡൻഷ്യൽ അസോസിയേഷൻ അടക്കമുള്ളവരും അല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വങ്ങളും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഭാവി പരിപാടികൾ എന്താണ് എന്ന് ആലോചിച്ച് മുന്നോട്ട് പോവുക മാത്രമേ നമ്മൾക്ക് മുന്നിൽ ഇപ്പോൾ വഴിയുള്ളൂ. അതുകൊണ്ട് ഒട്ടനവധി ആളുകൾ ഇവിടെ സംസാരിക്കാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ പ്രശ്നത്തിന്റെ കാതലായിട്ടുള്ള വിഷയങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട്, ഈ പ്രശ്നത്തിന്റെ കാതലായ വിഷയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, ആ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ള ദുരിതത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എങ്ങനെയാണോ സാധ്യമാക്കാൻ സാധിക്കുക, ആ പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള നിലപാടുകളിലേക്ക് നമ്മളുടെ അധികാരികൾ മുന്നോട്ട് വരണം എന്നാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ആ അർത്ഥത്തിൽ നാളെ വരാൻ സാധ്യതയുള്ള എല്ലാ ഇടപെടലുകളിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിന്തുണ നിങ്ങൾക്കുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വലിയ പ്രക്ഷോഭ പരിപാടികൾ ഔപചാരികതയുടെ പേരിൽ മാത്രം ഉദ്ഘാടനം ചെയ്തു. മണക്കടവ്, പൂളങ്കര, അത്താണി ഭാഗങ്ങളിലുള്ളവർക്ക് റോഡിന്റെ മറുഭാഗത്തെത്തുവാൻ അണ്ടർപാസോ ഫ്ലൈ ഓവറോ നിർമ്മിക്കണമെന്നാണ് ജനകീയ സമരസമിതിയുടെ ആവശ്യം. സർവീസ് റോഡിൽ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് യാത്ര അനുവദിക്കുന്നതെങ്കിൽ ഈ ഭാഗങ്ങളിലുള്ളവർ ചെറുകരയിൽ നിർമ്മിക്കുന്ന അണ്ടർപാസ് വഴി മറുഭാഗത്തെത്തി വേണം പന്തീരങ്കാവിലേക്ക് എത്തിച്ചേരുവാൻ. 3 കിലോമീറ്ററോളം അധിക ദൂരം യാത്ര ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാകുമെന്നും ഇതിന് പരിഹാരമുണ്ടാകണമെന്നും ജനകീയ സമരസമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കൂടാതെ പ്രദേശത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം വേണമെന്നും ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ഉന്നയിച്ച് അധികൃതർക്ക് അപേക്ഷകൾ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ സമരസമിതി പ്രതിനിധികൾ പ്രശ്നത്തിന് പരിഹാരമാകും വരെയും സമരമുഖത്തുണ്ടാകുമെന്നും വ്യക്തമാക്കി. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് അത്താണി ജംഗ്ഷനിൽ ജനകീയ സമരസമിതി സംഘടിപ്പിച്ച സംഗമത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. പ്രതിഷേധ സംഗമം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം രാജീവ് പെരുമൺപുറ ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമരസമിതി ചെയർമാൻ ചോലക്കൽ രാജേന്ദ്രൻ, ജനപ്രതിനിധികളായ P. ദിനേഷ് കുമാർ, ജയരാജൻ മാവോളി, ഷാജി പനങ്ങാവിൽ, ഹസീന അസീസ്, ബിന്ദു ഗംഗാധരൻ, K. നളിനാക്ഷൻ, T. മജീദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.